ശ്രീമദ് വാൽമീകി രാമായണം കഥാകഥനം. ശ്രീ ഗുരുവായൂരപ്പ ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമഃ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ഓം ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം രാമലക്ഷ്മണന്മാരെ, വിശ്വാമിത്ര മഹർഷി ദശരഥ രാജാവിൻ്റെ വസിഷ്ഠ മഹർഷിയുടെ അനുവാദത്തോടു കൂടിയിട്ട് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സിദ്ധാശ്രമത്തിലേക്ക്, സരയൂ നദീ തീരത്തുള്ള വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പോണ വഴിക്ക് ബല അതിബല എന്ന മന്ത്രങ്ങളെ പറഞ്ഞു കൊടുത്തു. അന്ന് രാത്രി സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ഉണർത്തുന്നതായിട്ടുള്ള രീതിയിൽ വിശ്വാമിത്രൻ പറയുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ശ്രീരാമനെ ഉണർത്തുന്നതായിട്ടുള്ള ശ്രീരാമൻ്റെ ഒരു ദിവസം തുടങ്ങുന്ന രീതിയിലുള്ള ഒരു ആഖ്യാനമാണ് ഇവിടെ വാൽമീകി മഹർഷി നമുക്ക് തരുന്നത്. നമുക്കത് കേൾക്കാം. ഓം ബാലകാണ്ഡത്തിലെ 23-ാമത്തെ സർഗം, ത്രയോവിംശ സർഗ, അതിലെ 1-ാമത്തെ ശ്ലോകം. ഓം പ്രഭാതായാം തു ശർവർയാം വിശ്വാമിത്രോ മഹാമുനി അഭ്യഭാഷത കാകുൽസ്ഥൗ ശയാനൗ പർണസംസ്തരേ കൗസല്യാ സുപ്രജാ രാമ പൂർവാ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. തസ്യർഷേ പരമോദാരം വച ശ്രുത്വാ നരോത്തമൗ സ്നാത്വാ കൃതോദഗൗ വീരൗ ജേപതു പരമം ജപം. കൃതാഹ്നികൗ മഹാവീര്യൗ വിശ്വാമിത്രം തപോധനം അഭിവാദ്യാതിസംഹൃഷ്ടൗ ഗമനായാഭിതസ്തഥു. തൗ പ്രയാന്തൗ മഹാവീര്യൗ ദിവ്യാം ത്രിപഥഗാം നദീം ദദൃശാദേ തതസ്തത്ര സരയ്വാ സംഗമേ ശുഭേ. തത്രാശ്രമപദം പുണ്യം ഋഷീണാം ഭവിതാത്മനാം ബഹുവർഷസഹസ്രാണി തപ്യതാം പരമം തപാം. രാത്രി 3-ാമത്തെ യാമം കഴിഞ്ഞപ്പോൾ ഈ ദർഭപുല്ലിൽ കിടക്കുന്നതായിട്ടുള്ള കുട്ടികൾ രാമനും ലക്ഷ്മണനും ആ കുമാരന്മാരെ മഹർഷി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കുട്ടികൾ ഉറങ്ങുമ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ആ കുട്ടികളെ നോക്കിയിട്ട് പറയുകയാണ്, 3-ാമത്തെ യാമം കഴിഞ്ഞിറക്കണു രാമ. കൗസല്യയുടെ ഇഷ്ടനായിട്ടുള്ള സാത്വികനായിട്ടുള്ള പുത്ര എഴുന്നേൽക്കൂ. പ്രാതസന്ധ്യ വന്നിരിക്കണു, സന്ധ്യാവന്ദനം ചെയ്യൂ. ഇവിടെ 3-ാം യാമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സന്ധ്യ എന്നുള്ളത് ആവണേ ഉള്ളൂ. എങ്കിലും ആ പുരുഷന്മാരിൽ പുലിയാവാൻ പോകുന്ന, അല്ലെങ്കിൽ പുലിയായിട്ടുള്ള ഈ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്തെ വഹിക്കുന്ന എന്നർത്ഥമാണ്. അങ്ങനെയുള്ള ആ ശ്രീരാമനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാതകൃത്യങ്ങൾ ഈശ്വര ഉന്മുഖമായിട്ട് ഈശ്വരന് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സമയം ആഗതമായിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കൂ, സന്ധ്യാവന്ദനാദികളെ ചെയ്യൂ. ഇങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ വാത്സല്യത്തോടു കൂടിയുള്ള വാക്കുകളെ, ഉണർത്തുപാട്ടാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ 2 ദശരഥപുത്രന്മാരും സൂര്യനും ചന്ദ്രനും പോലെയാണ്, രാമൻ ലക്ഷ്മണൻ. അവർ എഴുന്നേറ്റു, കുളിച്ചു, ഊക്കുക, തർപ്പണം ചെയ്യുക, സന്ധ്യാവന്ദനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് ചെയ്തു. അതിന് ശേഷം സൂക്തങ്ങൾ, മന്ത്രങ്ങൾ, അങ്ങനെ പലതും ചെല്ലാനുണ്ട്. അതെല്ലാം ചെയ്തു.
ദിനകൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ വീരകുമാരന്മാർ വിശ്വാമിത്രനെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് അഭിവാദനം ചെയ്ത് പിന്നെ യാത്രയ്ക്ക് ഒരുങ്ങി എന്നാണ്. ആ യാത്രയിൽ സരയൂ നദിയും ഗംഗാനദിയും ചേരുന്ന പുണ്യസ്ഥലത്ത് അവിടെ മഹാത്മാക്കളായിട്ട് അനേകായിരം ആൾക്കാർ, ഈ മഹർഷിമാർ എത്ര കാലമായി തപസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറയാൻ നിവൃത്തിയില്ല. പരമ തപസ്വികളായിട്ടുള്ള ഋഷികളുടെ ഈ ആശ്രമബദ്ധത്തെ കണ്ടു. അതുകൊണ്ടാണ് ആ ആശ്രമബദ്ധത്തിന് സിദ്ധാശ്രമം എന്നൊക്കെ പറയാൻ കാരണം. ഏതായാലും ആ ആശ്രമബദ്ധം കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കുമാരന്മാർ മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ഈ പുണ്യാശ്രമത്തിൽ വസിക്കുന്നതായിട്ടുള്ള മഹാഋഷിമാർ ആരൊക്കെയാണ്? ഇതറിയാൻ ഞങ്ങൾക്ക് പ്രത്യേകം താല്പര്യമുണ്ട്. ഇതിൻ്റെ പ്രധാനി, ലീഡർ എങ്ങനെയുണ്ടല്ലോ, ഗുരു, ആചാര്യൻ, അത് ആരാണ്? അപ്പോൾ അത് കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, മുമ്പ് ഇത് ആരുടെ ആശ്രമമായിരുന്നു എന്ന് കേട്ടോളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം അതല്ല, പണ്ടത്തെ കാര്യത്തിനാണ് പ്രാധാന്യം. ഈ വിദ്വാൻമാർ കാമൻ എന്ന് പേരിട്ടിട്ടുള്ള കന്ദർപ്പൻ അല്ലെങ്കിൽ ഈ കാമദേവൻ പണ്ട് ദേഹമുള്ള, ഇപ്പോൾ അനങ്കനാണ്. ഇപ്പം നമ്മുടെ ഇവിടെയൊക്കെ സ്വതേ കാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്കനാണ്, ശരീരമില്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവരിലും കാമനുണ്ടേ. അപ്പോൾ കാമദേവൻ ദേവസ്വരൂപത്തിലുണ്ടായിരുന്ന ആ സമയത്ത് ഇവിടെ നിയമനിഷ്ഠയോട് കൂടിയിട്ട് തപസ് ചെയ്തിരുന്ന, അതേപോലെ കൃതോദ്വഹൻ എന്നൊരു വാക്ക് അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം വിവാഹിതൻ എന്നും എന്നാൽ തപസ്സിൽ നിന്ന് എപ്പോഴും തപസ്വിയാണ്. തപസ്സിൽ നിന്ന് ഉണർന്നു ഇങ്ങനെ ഒരു കൃത ഉദ്വഹൻ, പെട്ടെന്ന് ഒരു കാര്യത്തിൽ നിന്നും പിന്മാറിയതായിട്ടുള്ള ഒരു അവസ്ഥയ്ക്കും ഈ കൃതോദ്വഹൻ എന്ന് പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ പരിപൂർത്തി കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് എഴുന്നേറ്റാലും കൃതോദ്വഹൻ എന്ന് പറയാറുണ്ട്. അതേപോലെ അതിന് വേണ്ടിയിട്ട് മാത്രം ജീവിതം ഒഴിഞ്ഞു വയ്ക്കുക, അങ്ങനെയുള്ളവർക്കും കൃതോദ്വഹൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ഒരു വൈപരീത്യമുണ്ടെങ്കിലും പോസിറ്റീവാണ് ആ വാക്ക്. അങ്ങനെയുള്ള ഈ ദേവഗണങ്ങളോട് കൂടിയ പരമശിവൻ ആ ദുർബുദ്ധി ധർഷണം ചെയ്തു. തപോവിഘ്നം വരുത്താൻ വേണ്ടിയിട്ട് ഈ കാമദേവൻ ശ്രമിച്ചു. അവിടെ കൃതോദ്വഹൻ ഉദ്ദേശിച്ചത് മഹാദേവനെയാണ്. മഹാദേവൻ ശ്രീപാർവതിയെ വിവാഹം കഴിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള ശ്രീപാർവതിയുടെ തപസ്സും കാമദേവന്മാരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് കാമദേവൻ ശിവനെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, പാർവതിയിൽ അനുരാഗം ജനിക്കാൻ വേണ്ടിയിട്ട് ഒരു പഞ്ചപുഷ്പബാണം അയച്ചു. അതാണ് ഇവിടെ രംഗമായത്. അപ്പോൾ മഹാദേവൻ കണ്ണ് തുറന്നു, മൂന്നാം തൃക്കണ്ണ്. ആ മൂന്നാം തൃക്കണ്ണിൽ ഉണ്ടായ അഗ്നിയിൽ കാമദേവൻ വെന്തു. അപ്പോൾ ശരീരം പോയി, അനങ്കനായിട്ട് മാറി. ആ ഒരു രംഗമാണ്. അപ്പോൾ ഈ ശിവൻ്റെ ഈ നോട്ടം അത് കോപമായിട്ട് മാറി. ആ കോപത്തിൽ ആ അഗ്നിയിൽ ഈ കാമദേവൻ്റെ ശരീരം നശിച്ചുപോയി കഴിഞ്ഞപ്പോൾ അനങ്കൻ എന്ന പേരിൽ കാമദേവൻ വന്നു. ആ പ്രദേശം അംഗരാജ്യം എന്ന് അറിയപ്പെട്ടു. ഇപ്പോൾ നമ്മൾ അംഗരാജ്യം എന്നത് രണ്ട് തരത്തിൽ പറയാറുണ്ട്. ഒന്ന്, പ്രധാന രാജാവിൻ്റെ, ചക്രവർത്തിയുടെ നേരിട്ടുള്ള ആൾക്കാർ ഭരിക്കുന്നതായിട്ടുള്ള സ്ഥലത്തിനൊക്കെ അംഗരാജ്യം എന്നാണ് പറയുക. പൗത്രന്മാരൊക്കെ ഭരിക്കുന്നതായിട്ടുള്ള പ്രദേശങ്ങളുണ്ടാവും, അതിനൊക്കെ അംഗരാജ്യം എന്ന് പറയാറുണ്ട്. സാമന്ത രാജാക്കന്മാരെയൊക്കെ. ഇവിടെ ഈ രാജ്യത്തിന് അംഗരാജ്യം എന്ന് പറയാനുള്ള കാരണം ഈ കാമദേവൻ ഇങ്ങനെ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്നതായിട്ടുള്ള സ്ഥലത്തെ ഉദ്ദേശിച്ചാണ്. ഇപ്പോൾ ഈ പുണ്യാശ്രമം അദ്ദേഹത്തിൻ്റെ ആയിരുന്നു, മഹാദേവൻ്റെ. ആ മഹാദേവൻ സ്വതേ ഒരു മുനി ആയിട്ട് ഒരു അവതാരമുണ്ട്. ആ മുനിമാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ സദാസമയത്തും ധർമ്മം മാത്രമേ ചെയ്യൂ. ഒരു തരത്തിലും പാപം അവിടെ അവർക്ക് ഒരാൾക്കും വരില്ല. മഹാദേവൻ്റെ ശിഷ്യന്മാർക്ക് ഒരാൾക്കും
അപ്പോൾ അങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ ഉണ്ട് ഭഗവാൻ മഹാദേവന്. അങ്ങനെ ശുഭദർശനായിട്ടുള്ള ഈ മഹാദേവൻ്റെ ശിഷ്യന്മാർ രാമനെ വിളിച്ച് പറയാണ്, ഇവിടെ അവരാണ് താമസിച്ചിരുന്നത്. ഈ രാത്രി ഈ പുണ്യനദികളുടെ സംഗമസ്ഥാനമായിട്ടുള്ള ഇവിടെ നമുക്ക് വസിക്കാം. പ്രയാഗ എന്നുള്ളത് ആ സ്ഥലത്തിൻ്റെ ഉദ്ദേശമല്ല, 3 നദികൾ ചേരുന്ന സ്ഥലം സ്വതേ പ്രയാഗയായിട്ടാണ് പറയുക. അതൊരു സ്ഥാനപ്പേരാണ്, നദീ സംഗമ സ്ഥാനം. അപ്പോൾ അതൊരു ക്ഷേത്രമായിട്ട് മാറും, പുണ്യതീർത്ഥസ്ഥലം. അപ്പോൾ നമുക്ക് നാളെ ഇവിടെ നിന്ന് പോവാം, ഇന്ന് ഇവിടെ വസിക്കാം. ഇവിടെ വസിക്കുന്നതും ഈ പുണ്യത്തെ ആർജിക്കാൻ നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറും. തീർത്ഥക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് കഴിഞ്ഞാൽ ആ പുണ്യമൊക്കെ നമ്മിലേക്ക് വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ കൂടാം. അതിന് ശേഷം ഇന്നത്തേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തന്നെ ചെയ്യാം. അതാണ് ജപഹോമാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആശ്രമത്തിൽ അവിടെ ചെല്ലാം. അതിനുശേഷം വിശ്വാമിത്രനെ കുമാരന്മാരും കൂടിയിട്ട് അവിടെ ചെന്നു. അങ്ങനെ അവരുമായിട്ട് സംഭാഷണം ചെയ്തു. അതിദീർഘമായിട്ടുള്ള തപസ് കൊണ്ട് അത്യധികം തേജസ്സുതായിട്ടുള്ള ആ മഹാഋഷിമാർ, ശിവശിഷ്യന്മാർ, ആ പരമ്പരയിൽപ്പെട്ടവർ ജ്ഞാനദൃഷ്ടി കൊണ്ട് ഈ വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും നന്നായിട്ട് മനസ്സിലാക്കി. അതിനുള്ള കഴിവുണ്ട് അവർക്ക്. അപ്പോൾ പ്രീതിയോട് കൂടിയിട്ട് ആ ഋഷിമാർ പൂജിച്ചു, വിശ്വാമിത്രനെയും പൂജിച്ചു. അതേപോലെ രാമലക്ഷ്മണന്മാർക്കും ഈ പൂജാദികളെ ചെയ്തു. അവർ കുട്ടികളാണ്. അപ്പോൾ അതൊക്കെ ആ രാമലക്ഷ്മണന്മാർക്ക് അപ്പോൾ അത്ഭുതമായിട്ടാണ് നിൽക്കുന്നത്. എന്നാലും അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു. സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ഋഷിമാരാൽ ചെയ്യപ്പെട്ടു. ഇങ്ങനെ വിധിയാവണ്ണം ദിനചര്യകൾ, സന്ധ്യാവന്ദനാദികൾ ഇതെല്ലാം നടത്തിയതായിട്ടുള്ള അവരെ ആശ്രമത്തിലെ അന്തേവാസികളായിട്ടുള്ള ഈ സുവ്രതന്മാരായിട്ടുള്ള ആ മുനികളോട് കൂടിയിട്ട് ആ കാമാശ്രമ പദത്തിൽ, അത് കാമാശ്രമം എന്ന അതിൻ്റെ പേര് അങ്ങനെയാണ്. അത് അനങ്കനായിട്ട് വന്നതായിട്ടുള്ള അംഗരാജ്യം കാമാശ്രമം, അങ്ങനെയുള്ള ആ ആശ്രമത്തിൽ ധർമാത്മാവായിട്ടുള്ള ഈ കൗശിക മുനിമാർ, കുശികവർഗത്തിൽ, അത് ഇദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്, അതാണ് സിദ്ധാശ്രമം. ഏതായാലും കാമക ആശ്രമം തന്നെയായി കാമാശ്രമം. ഏതായാലും അവിടെ അഭിരാമങ്ങളായിട്ടുള്ള കഥകൾ പറഞ്ഞുകൊണ്ട്, എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രീതി കിട്ടുന്നതായിട്ടുള്ള ശിവകഥകളും വിഷ്ണുവിൻ്റെ കഥകളും പാർവതിയുടെ കഥകളും പറഞ്ഞുകൊണ്ട് ആ രാമലക്ഷ്മണന്മാരെ വളരെയധികം സന്തോഷിപ്പിച്ചു എന്ന് 23-ാമത്തെ സർഗം പറഞ്ഞു വെച്ചു. ഇനി 24-ാമത്തെ സർഗം. അതിവിശാലമായിട്ടുള്ള ആ സ്ഥലത്ത് നിർമ്മലമായിട്ടുള്ള പ്രഭാതത്തിൽ ഈ ശത്രു സംഹാരകരായിട്ടുള്ള 2 രാജകുമാരന്മാർ സ്വന്തം ദിനകൃത്യാദികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശ്വാമിത്രനെ നമസ്കരിച്ചുകൊണ്ട് വിശ്വാമിത്രനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നദീതീരത്തുകൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. മഹാത്മാക്കളായിട്ടുള്ള ഈ വ്രത അനുഷ്ഠാനങ്ങളെല്ലാം നിർവഹിച്ചതായിട്ടുള്ള ആ മുനിമാരെല്ലാവരും അവിടെ രാമൻ്റെയും ഈ വിശ്വാമിത്രൻ്റെയും അടുത്തെത്തി. അപ്പോൾ ആവശ്യത്തെ പറഞ്ഞു, പുഴ അങ്ങോട്ട് കടക്കണം. അപ്പോൾ നല്ലൊരു തോണിയൊക്കെ കൊണ്ടുവന്ന് വിശ്വാമിത്രനോട് പറഞ്ഞു, ഭഗവാനെ, ഈ രാജപുത്രന്മാരെ മുൻനിർത്തി തോണി കയറിയാലും യാത്ര ശുഭമാവട്ടെ, സമയം കളയണ്ട, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഈ മുനിമാരുടെ ആശ്രമത്തിലുള്ള എല്ലാവരും ഒരേപോലെ ഈ യാഗത്തിന് അനുഗ്രഹത്തെ കൊടുത്തു. അതാണ് ആ യാഗം വേഗം വേണം. യാഗത്തിനല്ല പ്രാധാന്യം. ഇവിടെ താടകാവധം തൊട്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതാണ്. അതേപോലെ ഈ അഹല്യാമോക്ഷം ഇങ്ങനെയൊക്കെ പലതുണ്ടേ. ഇപ്പോൾ ഏതായാലും അപ്പോൾ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ സമയം കളയണ്ടെന്ന് പറഞ്ഞപ്പോൾ യാത്ര അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഋഷിമാരെ വീണ്ടും ഒന്നും കൂടി പൂജിച്ചതിൻ്റെ ശേഷമാണ് അവരോട് കൂടിയിട്ട് ഈ സാഗരോന്മുഖിയായിട്ടുള്ള നദിയെ തരണം ചെയ്തു എന്നാണ്. അപ്പോൾ സാഗരത്തിലേക്ക് പോവുകയാണ് നദി. എങ്കിലും അവിടെ ഈശ്വരൻ്റെ അടുത്തേക്ക് ചെല്ലാവുന്ന പ്രത്യേകമായിട്ടുള്ള താല്പര്യത്തോടു കൂടി ഒഴുകുന്നതായിട്ടുള്ള തീർത്ഥക്ഷേത്രം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്.
സാധാരണ എല്ലാ നദികളും സമുദ്രത്തിൽ തന്നെയാണ് ചെന്ന് ചേരുക. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഈ തതാര സഹിതസ്ഥാഭ്യാം സരിതം സാഗരം ഗമാം, അതാണ്. അപ്പോൾ ഈ സംസാര സാഗരത്തിൽ നമ്മളെപ്പോലെയുള്ളവരെ പെട്ട് കിടക്കുകയാണ്. നമ്മളെപ്പോലെയുള്ളവരെ ഉദ്ധരിക്കാൻ ഇതേപോലെയുള്ള തീർത്ഥക്ഷേത്രങ്ങൾ, ഇപ്പോൾ മഹാമുനിമാരുടെ ആശ്രമങ്ങൾ, മഹാദേവൻ്റെ ആശ്രമം, കാമാശ്രമം, സിദ്ധാശ്രമം, അതേപോലെ ഈ ഋഷിമാരുടെ സത്സംഗം, ആ നദിയുടെ ഈ പുണ്യം മുഴുവൻ വർദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ ഉള്ളവരൊക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഈ സംസാരം കടക്കാൻ ഈ നദി കൂടി നമ്മെ സഹായിക്കുന്നു എന്നതാണ്. അത്രേ വേണ്ടൂ. ആ സ്ഥാനം, നമ്മളാ സാമീപ്യം മാത്രമേ വേണ്ടൂ. അങ്ങനെ ഇവർ നദി ഈ തോണിയിൽ കയറിയിട്ട് നടക്കുകയാണ്. പുഴയുടെ നടുവിലെത്തിയപ്പോൾ ജലപ്രവാഹത്തിന് ഭയങ്കര ഒച്ചയുണ്ട്. അതിങ്ങനെ പൊങ്ങി വരുന്ന കണ്ടപ്പോൾ ഇതെന്താ അത് എന്ന് രാമനും ലക്ഷ്മണനും ചോദിച്ചു. നടുപ്പുഴയിലെത്തിക്കഴിഞ്ഞപ്പോൾ കൂട്ടിയടിക്കുന്ന തിരമാലകളുണ്ടാക്കുന്നതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ധ്വനി, ശബ്ദം. അപ്പം അത് മുനിപുങ്കന്മാരോട് ഈ രാമൻ ചോദിച്ചു, കുറച്ചൊരു ഔത്സുക്യത്തോടെ, കൗതൂഹലത്തോടു കൂടിയിട്ട്, ഒരു ആശ്ചര്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഇതെന്താ അത് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ധർമാത്മാവായിട്ടുള്ള ആ വിശ്വാമിത്ര മഹർഷി ആ ശബ്ദത്തിൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണ് എന്ന് പറയാം. ശൂരനായിട്ടുള്ള രാമൻ എന്ന് പ്രത്യേകം പറയാം. ബ്രഹ്മാവ് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതായിട്ടുള്ളൊരു സരസ്സുണ്ട്, മാനസരസ് എന്നതിന് പേര്. ആ മാനസരസ് ബ്രഹ്മസരസിൽ നിന്ന് ഒഴുകിയെത്തുന്നതായിട്ടുള്ള സരയു എന്ന പുണ്യനദി അയോധ്യയെ ചുറ്റിക്കൊണ്ട് ഒഴുകുകയാണ്. സരയു നദിയുടെ പ്രത്യേകത അതാണ്. മാനസരസിൽ നിന്ന്, ബ്രഹ്മസരസ്സായിട്ടുള്ള ഈ മാനസരസിൽ നിന്ന് അയോധ്യയെ ചുറ്റിയിട്ട് ഒഴുകുന്ന പുണ്യനദിയാണ് സരയു. അതിനിർമ്മലം ആണ്. ആ നദി ഈ ഗംഗയോട് ചേരുമ്പോൾ ഉണ്ടാവുന്ന ഈ ഓളം വെട്ടലാണ് ഈ ശബ്ദത്തിൻ്റെ കോലാഹലം. അപ്പോൾ ഇവർ വരുന്നത് സരയൂ നദിയുടെ തീരത്തു നിന്നാണ്. ഗംഗാനദി മാനസരസിൽ നിന്നാണ് ഒഴുകി ഇങ്ങനെ വരണത്. രണ്ടും ഒരുത്തിൽ നിന്നാണ് ഉത്ഭവം. രണ്ട് പുറത്തുനിന്നാണെന്ന് മാത്രമേ ഉള്ളൂ. അത് രണ്ടും കൂടിയിട്ട് സംഗമിക്കുന്നത് ആ സ്ഥലമാണ്. അതൊരു പ്രയാഗയാണ്. അപ്പോൾ അവിടെയും പ്രയാഗ പേര് നമുക്ക് അത് പ്രയാഗ എന്നുള്ള സ്ഥലത്തിലാണ്. ഗംഗ, യമുന, സരസ്വതി മൂന്നും കൂടിയിട്ട് സംഗമിക്കുന്ന സ്ഥലമാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പ്രയാഗ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ സരയൂ നദിയും ഗംഗയും തമ്മിൽ കൂടിച്ചേരുന്നതായിട്ടുള്ള ഈ പുണ്യസ്ഥലം ആണ് ഇത്. അപ്പോൾ ഇവിടെയുള്ള സംഗമസ്ഥാനത്തെ തീർത്ഥക്ഷേത്രമായിട്ട് കണ്ടുകൊണ്ട് നമസ്കരിക്കൂ. ധർമ്മനിരതരായിട്ടുള്ള രണ്ടുപേരും, രാമനും ലക്ഷ്മണനും, ആ രണ്ട് നദികളെയും അവർ സ്വരൂപം സ്വീകരിച്ച ഭാവത്തിൽ അവരെ നമസ്കരിച്ചു. നദികളാകുന്ന ആ അമ്മമാർക്ക്, സരയൂ ദേവിക്ക്, ഗംഗാദേവിക്ക് നമസ്കാരം. ഇങ്ങനെ നദിയുടെ തെക്കേ തീരത്തെ പ്രാപിച്ചതിന് ശേഷം യാതൊരു വിഷമവും കൂടാതെ കണ്ട് വീണ്ടും നടന്നു. അതേപോലെ തീക്ഷ്ണമായിട്ടുള്ള കൊടുങ്കാട്ടിലാണ് പിന്നീട് എത്തിയത്. അവിടെ ഈ ഇക്ഷ്വാകു വംശപുത്രനായിട്ടുള്ള രാജപുത്രന്മാർ ഈ രാമനും ലക്ഷ്മണനും ആ ഋഷിമാരോട് ചോദിച്ചു, ഇവിടെ മണ്ണട്ടകൾ ധാരാളം ഉണ്ട്. അങ്ങനെയുള്ള ഈ കൊടുങ്കാട് ഇത്രയും വിഷമം പിടിച്ചതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്താ? ഭീകരങ്ങളായിട്ടുള്ള ക്രൂര മൃഗങ്ങൾ ധാരാളം ഇവിടെ കാണാനുണ്ട്. അതിഘോരമായിട്ടുള്ള ശബ്ദമുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ഭയങ്കരങ്ങളായിട്ടുള്ള ശബ്ദങ്ങൾ കാട്ടിൽ നിന്ന് പല തരത്തിൽപ്പെട്ടതുണ്ടാവണം. സിംഹം, പുലി, പന്നി, ആന മുതലായ ധാരാളം ഹിംസ്ര മൃഗങ്ങൾ. അതേപോലെ വേറെ ഒരിട്ടം പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലിപ്പോൾ ഞമ, മരുത്, നീർമരുത്, കൂവളം, തിന്തുകം, പനച്ചി, പാതിരി, എലന്ത ഇങ്ങനെയുള്ള കാട്ടുവൃക്ഷങ്ങൾ ധാരാളം കായും ഇതൊക്കെ പലതും തരുന്നതാണ്. പഴമൊക്കെ തരുന്നതായിട്ടുള്ള ഇങ്ങനെയൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാട്ടുവൃക്ഷങ്ങൾ. ഇങ്ങനെയുള്ള ഈ ഘോരവനം ഇതേതാ? മഹാ തേജസ്വിയായിട്ടുള്ള മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, അല്ലയോ കാകുസ്ഥ, ശ്രീരാമ, ഈ ദാരുണവനം ആരുടേതാണെന്ന് കേട്ടോളൂ.
നരോത്തമന എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഇവിടെ പണ്ട് മലദം, കരൂഷം ഇങ്ങനെ പേരായിട്ടുള്ള 2 ജനപദം, ധാരാളം ജനങ്ങൾ വസിച്ചേർന്നതായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ കൊടും കാട്. പണ്ട് ദേവന്മാർ നിർമ്മിച്ചതുപോലെ അതീവ സുന്ദരമായിരുന്നു, സ്വർഗസമാനം ആയിരുന്നു. പണ്ട് വൃത്രവധം നടത്തിയപ്പോൾ ഇന്ദ്രൻ ഈ മാലിന്യത്താലും വിശപ്പിനാലും വല്ലാതെ കണ്ട് വിഷമിച്ചു. അപ്പോൾ ബ്രഹ്മത്യാപാപത്തിന് അദ്ദേഹത്തിന് ഒരു അനുഭവിക്കേണ്ടതായിട്ടുള്ളൊരു യോഗം വന്നു. മലിനനായിട്ടുള്ള ആ ഇന്ദ്രനെ ദേവന്മാരും ഈ തപോധനന്മാരായിട്ടുള്ള ഋഷിമാരും തീർത്ഥ കലശാഭിഷേകങ്ങളെ കൊണ്ട് മാലിന്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടെ ഈ ഭൂമിയിൽ മഹേന്ദ്ര ശരീരത്തിലുണ്ടായ മാലിന്യത്തെയും അതേപോലെ വിശപ്പിനെയും നീക്കിയിട്ട് അവർ സന്തുഷ്ടരായി. അതിനുശേഷം നിർമ്മലനും നിഷ്കരൂഷനും വിശപ്പ് ശമിച്ചവനായിട്ടുള്ള ആ ഇന്ദ്രൻ ഈ പരിപാവനമായിട്ടുള്ള ഈ സമയത്ത് സന്തുഷ്ടനായിട്ടുള്ള ഇന്ദ്രൻ ആ പ്രദേശത്തിന് മഹത്തായിട്ടുള്ള ഒരു വരം നൽകി. എൻ്റെ അംഗമലം ധരിക്കുന്നവരായിട്ടുള്ള ഈ ജനപദം മലദം എന്നും കരൂഷം എന്നുള്ള പേരിൽ വിഖ്യാതങ്ങളാകും. അപ്പോൾ അവിടെ താമസിക്കുന്നവർക്ക് ഇന്ദ്രൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഏതൊക്കെ തരത്തിൽപ്പെട്ടതായിട്ടുള്ള മലങ്ങളാണോ ഈ ചളികളാണോ നമ്മെ ബാധിക്കുന്നത് അതെല്ലാം അവിടെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ആ പേര് കൊടുത്തിരിക്കുന്നത് മലദം എന്നാണ്. മലദം എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ചളിയെ കൊടുക്കുന്നവൾ എന്നാണ്, അല്ലെങ്കിൽ ചളിയെ കൊടുക്കുന്നവൻ എന്നാണ്. അപ്പോൾ അവിടെ ചളി ഇല്ലാണ്ടാവുന്ന, അതേപോലെ വിശപ്പ് ഇല്ലാണ്ടാവും, അതാണ് കരൂഷൻ. ഇങ്ങനെയുള്ള ആ പ്രദേശത്ത് ഇന്ദ്രനാൽ ഇങ്ങനെ ഒരു പേര് പറയപ്പെട്ടപ്പോൾ അതിനെല്ലാവരും മുനിമാരെല്ലാവരും ശ്ലാഘിച്ചു. അല്ലയോ ശത്രുഞ്ജയ, ഈ പുഷ്കലങ്ങളായിട്ടുള്ള നാടുകളും മലദവും കരൂഷവും ധനധാന്യ സമൃദ്ധി കൊണ്ട് പുഷ്ടിപ്പെട്ടു. ഈ വൃത്രൻ മേഘമാണ് എന്നും വൃത്രവധം വർഷസമൃദ്ധിയാണ് എന്നും വ്യാഖ്യാനം നമുക്ക് എടുക്കാൻ സാധിക്കും. സാധാരണ അങ്ങനെയാണ്. വേദത്തിൻ്റെ ആ ഒരു വൃത്രവധ സമയത്ത് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത് വൃത്രൻ മേഘമാണ് എന്നും ആ മേഘം മഴ പെയ്യാതെ കണ്ട് വല്ലാതെ വിഷമിച്ചു എന്നും ജനങ്ങൾക്കൊക്കെ വിഷമായി കഴിഞ്ഞപ്പോൾ ആ മേഘത്തെ ശിഥിലമാക്കിക്കൊണ്ട് ഘനീഭവിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ മേഘമാകുന്ന വൃത്രനെ അല്ലെങ്കിൽ വൃത്രനാകുന്ന മേഘത്തെ വർഷിപ്പിച്ചു എന്നും, അങ്ങനെ ഈ ഐസ് കട്ടയൊക്കെ വീഴുന്ന ആലിപ്പഴമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അത്യധികം വർഷിച്ചു എന്നാണ്. ആ മണ്ണ് വളരെയധികം വളക്കൂറുള്ളതായി തീർന്നു. ഈ പ്രതിഭാസമാണ് വൃത്രവധം എന്ന് വ്യാഖ്യാനം അതിൽ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലത്തിന് ശേഷം ഈ 1000 ആനകളുടെ ബലമുള്ളതായിട്ടുള്ള കാമരൂപിണിയായിട്ടുള്ള ഈ ഇച്ഛാരൂപം ധരിക്കുന്നതായിട്ടുള്ള ഒരു യക്ഷിണി, യക്ഷന്മാരിൽ അതിൽപ്പെട്ടതായിട്ടുള്ള ഒരു സ്ത്രീയാണ് യക്ഷിണി. ആ യക്ഷി താടക എന്ന പേരുള്ള ധീമാനായിട്ടുള്ള സുന്ദൻ്റെ ഭാര്യയായി. താടകനെന്നോ മറ്റാണ്, ഏതായാലും അങ്ങനെയുള്ള ആ താടക നാമ ഭദ്രം തേ ഭാര്യ സുന്ദസ്യ ധീമത. താടകൻ്റെ ഭാര്യയായതുകൊണ്ട് ഈ യക്ഷി താടക എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. അപ്പോൾ അവളുടെ പുത്രനായിട്ട് മാരീചൻ എന്ന പേരിൽ ഒരു രാക്ഷസൻ പിറന്നു. അതേപോലെ ഇന്ദ്രനെ പോലെ പരാക്രമിയായിട്ടുള്ള കയ്യൊക്കുള്ളതായിട്ടുള്ള വലിയ തലയാത്രേ. അങ്ങനെയുള്ള ഈ വലിയ മുഖവും ദേഹവും ഒക്കെ ഉള്ളതായിട്ടുള്ള ശിവൻ്റെ കാലൻ എന്നുള്ളൊരു അവതാരമുണ്ട്, ഭൈരവൻ, കാലഭൈരവൻ. ആ ഒരു വലിയ ശരീരത്തെ, ക്രൂരമായിട്ടുള്ള ഭാവത്തെ ഒക്കെ ഉള്ളതായിട്ടുള്ള ഈ ഭൈരവാകാരനായിട്ടുള്ള ഈ രാക്ഷസൻ ഈ 2 ജനപദങ്ങളിലെയും ജനങ്ങളെ സദാസമയത്തും ദ്രോഹിച്ചുകൊണ്ട് വന്നു എന്നാണ്. അപ്പോൾ മലദകരുഷങ്ങളെ ഇങ്ങനെ ഈ ജനങ്ങൾ ധാരാളം താമസിക്കേണ്ടതില്ല. അപ്പോൾ അവരിങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഈ ദുഷ്ടചാരിണിയായിട്ടുള്ള താടക ഇവരൊക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുക. 12 നാഴിക 1.5 യോജനയോളം വഴി ആ താടക കൈയടക്കി. അതായത് അവിടേക്ക് മറ്റൊരാൾക്ക് പ്രവേശനമില്ല.
ഒരാൾക്കും അങ്ങോട്ട് കടക്കാൻ പോലും പറ്റില്ല. അങ്ങനെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ ദുഷ്ടചാരിണിയെ എൻ്റെ ഈ നിർദ്ദേശത്തെ ആരംഭമാക്കിയിട്ട് സ്വകരബലം കൊണ്ട് രാമ ആ താടകയെ വധിച്ചോളൂ. ഇതെൻ്റെ ഒരു ആജ്ഞയാണ്. ഗുരു ആജ്ഞ കൊടുത്തു എന്നാണ്. കാരണം അത്രയും കൊടുത്താൽ രാമന് മാത്രമേ താടകയെ വധിക്കാൻ സാധിക്കുള്ളൂ. അത് വരബലം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിവിടെ വിസ്തരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും സാധിക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീവധം എന്നുള്ളൊരു പ്രശ്നമൊക്കെ കിടക്കുന്നുണ്ടായത്. ഏതായാലും ഇത് ആജ്ഞ കൊടുത്തു. ഈ പ്രദേശത്തെ വീണ്ടും മുള്ളുകളില്ലാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ ഈ മറ്റ് വിഷമങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കി തീർക്കണം. ഘോരയായിട്ടുള്ള ഈ അസഹ്യയായിട്ടുള്ള ആ യക്ഷിണി കാരണം കൊണ്ട് ഈ ദേശം ഒരാൾക്കും പ്രവേശിക്കാൻ പറ്റാത്തതും നിർജ്ജനവുമായി. അതുകൊണ്ട് രാമ, ഈ ഘോരമായിട്ടുള്ള വനം ഇങ്ങനെ യക്ഷിയാൽ നിർജ്ജനമാക്കപ്പെട്ടതായി തീർന്ന കഥയാണ് ഇപ്പോൾ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 24-ാമത്തെ സർഗം അവിടെ സമാപിച്ചു. എന്നിട്ട് 25-ാമത്തെ സർഗത്തിൽ പറയുകയാണ്, ഇങ്ങനെ അളക്കാനാവാത്ത പ്രഭാവത്തോടു കൂടിയ മുനിയുടെ ഈ ഉത്തമമായിട്ടുള്ള ആജ്ഞാവചനങ്ങളെ കേട്ടുകൊണ്ട് ഈ പുരുഷശ്രേഷ്ഠനായിട്ടുള്ള ഈ ദശരഥ പുത്രനായിട്ടുള്ള ശ്രീരാമൻ വിഷ്ണു ശുഭമായിട്ടുള്ള വാക്കുകളായിട്ട് അതിനെ കേട്ടുകൊണ്ട് മറുപടി പറഞ്ഞു. അല്ലയോ മുനിശ്രേഷ്ഠ, വിശ്വാമിത്ര മഹർഷി, യക്ഷന്മാർ അല്പവീരന്മാരാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു അബലയ്ക്ക് 1000 ആനകളുടെ ബലമുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താ? രാമൻ്റെ അഭിപ്രായത്തിൽ യക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുള്ളന്മാരാണ് അവർ, ചെറിയ കുട്ടര. അപ്പോൾ നമ്മളൊക്കെ ഒരു കൊതുവിനെ അടിച്ച് കൊല്ലുന്ന കൂട്ടത്തിൽ അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. അല്പവീര്യ യഥാ യക്ഷാഹ ശ്രൂയതേ മുനിപുങ്കവ കഥം നാഗസഹസ്രസ്യ ധാരേത്യബലാബലം. ഇങ്ങനെ 1000 ആനകളുടെ ശക്തി ഉണ്ടാവാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ രാമൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ വളരെ സൗമ്യമായിട്ടുള്ള രീതിയിൽ, എന്നാൽ ആ വാക്ക് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ലക്ഷ്മണനോട് കൂടിയായിട്ടുള്ള രാമനോട് ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കുന്നതായിട്ടുള്ള ഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ വിശ്വാമിത്രൻ ആ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ പറയാണ്. അബല വരലാഭം കൊണ്ട് ഉത്കട ബലമുള്ളവളായി തീർന്നു താടക. പണ്ട് വീര്യവാനായിട്ടുള്ളൊരു മഹായക്ഷൻ സുകേതു എന്നു പേരായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. സദാചാരി ആണ്. മാത്രമല്ല അവൻ കുട്ടികളില്ലാതെ കണ്ട് വിഷമിച്ചേർന്നു. മഹത്തായിട്ടുള്ള തപസ് ചെയ്തു. ബ്രഹ്മാവ് പ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആ യക്ഷ അധിപനായിട്ടുള്ള സുകേതുവിന് താടക എന്ന കന്യാരത്നത്തെ ബ്രഹ്മാവ് ദാനമായിട്ട് നൽകി, വരമായിട്ട് നൽകി. ആ പിതാമഹൻ അവൾക്ക് 1000 ആനകളുടെ ബലവും ശക്തിയും ഒക്കെ കൊടുത്തു. മഹായശസ്വിയായിട്ട് ബ്രഹ്മാവ് അവന് പക്ഷേ പുത്രനെ നൽകിയില്ല. സുകേതുവിന് പുത്രനെ നൽകിയില്ല. രൂപയൗവനശാലിനിയായിട്ടുള്ള ആ താടക ക്രമേണ വളർന്നു വന്നു, യശസ്വിയായി. അവളെ ജംഭപുത്രനായിട്ടുള്ള ജംഭൻ ഒരു രാക്ഷസനാണ്. ആ രാക്ഷസൻ്റെ പുത്രന് കൊടുത്തു. സുന്ദൻ എന്നാണ് താടകയുടെ ഭർത്താവിൻ്റെ പേര്. കുറച്ചു കാലത്തിന് ശേഷം ആ യക്ഷിക്ക് മാരീചൻ എന്ന അജയ്യനായിട്ട് പുത്രനുണ്ടായി. അവൻ ശാപം മൂലം രാക്ഷസനായിട്ട് ഭവിച്ചു. ഇവരൊക്കെ രാക്ഷസന്മാർ തന്നെയാണ്. പക്ഷേ യക്ഷനും രാക്ഷസനും തമ്മിലുള്ള വ്യത്യാസം, യക്ഷൻ സാത്വികരാണ്, രാക്ഷസൻ ക്രൂരരാണ്. സുന്ദൻ ഇതേപോലെ അഗസ്ത്യൻ എന്തോ ഒരു കാരണവശാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അഗസ്ത്യൻ്റെ ശാപം മൂലം സുന്ദൻ മരിച്ചു. അപ്പോൾ മാരീചൻ എന്നുള്ള പുത്രനോട് കൂടിയിട്ട് താടക ഈ അഗസ്ത്യ മഹർഷിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ വിഴുങ്ങാൻ വേണ്ടിയിട്ട് വന്ന ആ താടകയെ ഈ ഗർജനം ചെയ്തുകൊണ്ടാണ് താടക വരണത്. അപ്പോൾ അവളെ കണ്ടപ്പോൾ അഗസ്ത്യൻ മഹാദേവ തുല്യനാണ്. ആ അഗസ്ത്യൻ ഈ രാക്ഷസനായി പോകട്ടെ എന്ന് ഈ താടകയെ ശപിച്ചു. സുന്ദനെ ശപിച്ചു, മാരീചനെ ശപിച്ചു ഒക്കെ ഉണ്ടായി. സുന്ദൻ പക്ഷേ ആ ഒരു വർഗത്തിൽ ജനിച്ചു എന്നല്ലാതെ കണ്ട് അതിൽ കൂടുതലില്ല.
ഈ ജംഭൻ്റെ പുത്രനാണ്, അത്രയേ ഉള്ളൂ. ഏതായാലും ആ വികൃത രൂപത്തിൽ അല്ലെങ്കിൽ ഭീമാകാരമായിട്ട് ഈ 1000 ആനകളുടെ ശക്തിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ രാക്ഷസിയായിട്ടുള്ള ഈ താടകയ്ക്കും മാരീചനും വല്ലാത്ത രാക്ഷസ ഭാവത്തെ ഈ അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് സംഭവിച്ചു. അപ്പോൾ മനുഷ്യരെ തിന്നുക എന്ന ഭാവത്തിൽ എത്തിച്ചേർന്നു രാക്ഷസന്മാരല്ലേ മാരീചനും ഈ താടകയും. മഹായക്ഷിയായിട്ട് പോകട്ടെ എന്നാണ്. മഹായക്ഷിയും രാക്ഷസനും ആയിട്ടുള്ള ഭാവത്തിലെത്തി രണ്ടുപേരും ക്രൂരന്മാരായി. അങ്ങനെ ഇരിക്കുന്ന ആ താടക ശാപം കാരണം കൊണ്ട് എപ്പോഴും ശുണ്ഠിയെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോപാവിഷ്ടയായിട്ട് ഈ അഗസ്ത്യവാസം കൊണ്ട് പുണ്യമായിട്ടുള്ള ഈ പ്രദേശത്തെ നശിപ്പിക്കാൻ വേണ്ടി ദൃഢനിശ്ചയം ചെയ്തു. ഒരു പ്രതിജ്ഞ പോലെ അതിഭയങ്കരയായിട്ടുള്ള ചീത്തവൃത്തി മാത്രം ചെയ്യുന്നതായിട്ടുള്ള ദുഷ്ടപരാക്രമിയായിട്ടുള്ള ഈ യക്ഷിയെ ബ്രാഹ്മണരായാലും അതേപോലെ പശുക്കളായാലും എല്ലാ അർത്ഥത്തിലും ദ്രോഹിക്കപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ആർക്കും താമസിക്കാൻ പറ്റാതെ ഉണ്ടായി. അവരുള്ളവരൊക്കെ ഇത് പിടിച്ച് തിന്നും ചെയ്തത് കാരണം അവിടെ ആരുമില്ല. അതുകൊണ്ട് ഗോക്കൾക്കും ബ്രാഹ്മണർക്കും രക്ഷ കിട്ടുവാൻ വേണ്ടിയിട്ട് ഈ താടകയെ രാമ വധിച്ചോളൂ, പ്രത്യേകമായിട്ടൊരു ആജ്ഞ പോലെ കൊടുക്കുകയാണ് വിശ്വാമിത്രൻ. ശാപം ബാധിച്ച ഇവളെ രഘുനന്ദനായിട്ടുള്ള അങ്ങ് അല്ലാതെ കണ്ട് ഈ 3 ലോകത്തിൽ ആരും ഇവളെ വധിക്കാൻ സാധിക്കില്ല. നഹി ഏനാം ശാപസംസൃഷ്ടാം കശ്ചിത് ഉത്സഹതേ പുമാൻ നിഹന്തും ത്രിഷു ലോകേഷു ത്വാം ഹൃദേ രഘുനന്ദന. ഇനി കഴിവുണ്ടെങ്കിലും ആരും ഈ താടകയെ വധിക്കാൻ ശ്രമിക്കുകയുമില്ല. യക്ഷിയെ വധിച്ചു കഴിഞ്ഞാൽ അത് മഹാപാപമായിട്ട് വരും. ഇവിടെ മഹായക്ഷിയാണ്, അഗസ്ത്യ ശാപമൊക്കെ ഉണ്ട്. എങ്കിലും ശരി, വേറെ ചില കുഴപ്പങ്ങളുണ്ട്. അത് ഒരു ഭഗവാന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങ് ഭഗവാന്റെ അവതാരമാണ്, അതുകൊണ്ട് അങ്ങ് വധിച്ചോളൂ. സ്ത്രീവധം ചെയ്യാൻ പാടുമോ എന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ അത് സാരില്ല. ചാതുർവർണ്ണ്യ ധർമ്മപരിപാലനത്തിനായിട്ട് അത് രാജാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ഇതൊരു കടമയാണ്. അപ്പം അതുകൊണ്ട് അവിടെ കാരുണ്യത്തിന് അർത്ഥമില്ല. പിന്നെ പ്രജാരക്ഷണാർത്ഥം ഇങ്ങനെയുള്ള ഗോബ്രാഹ്മണ രക്ഷാർത്ഥം ചെയ്യുന്ന ഏത് പ്രവൃത്തികളും അത് വധാണെച്ചാൽ വധം, അത് ഏറ്റെടുത്ത് ചെയ്യുകയാണ് വേണ്ടത്. രാജ്യഭാരം വഹിക്കുന്ന ഏതൊരു സനാതന ധർമ്മ അനുഷ്ഠാനം ചെയ്യുന്നതായിട്ടുള്ള രാജാവിനും ഈ അധർമ്മം ചെയ്യുന്നതായിട്ടുള്ള സ്ത്രീയാണെങ്കിലും ശരി പുരുഷനായാലും ശരി രാക്ഷസ യക്ഷന്മാരെ വധിക്കാം, അതിന് തർക്കമില്ല. ധർമ്മം എന്താ എന്നുള്ളത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. പണ്ട് ഇന്ദ്രൻ വിരോചനപുത്രനായിട്ടുള്ള മന്ധരയെ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ വധിച്ചു എന്ന് കേട്ടിട്ടില്ലേ? ഇന്ദ്രൻ പണ്ടൊരു മന്ധരയെ വധിച്ചിട്ടുണ്ട്. ഈ ഭൃഗുപത്നിയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള ലോകം ഇന്ദ്രൻ ഇല്ലാത്തതാവണമെന്ന് ആശിച്ചവളായിട്ടുള്ള ശുക്രമാതാവിനെ വിഷ്ണു ഭഗവാൻ ഒരിക്കൽ വധിച്ചിട്ടുണ്ട്. അതറിയില്ലേ? അത് വലിയൊരു കഥയാണ്. അതുകൊണ്ടാണ് വിഷ്ണുവിന് ഇങ്ങനെ അവതാരം സ്വീകരിക്കേണ്ടി വന്നത് എന്ന് അവിടെ ഒരു ശാപമൊക്കെ ഉണ്ട്. ഭൃഗുവിൻ്റെ ശാപമാണ്. ഭൃഗുവിൻ്റെ കുലത്തിലെ ഒരു സ്ത്രീ ഭൃഗുപത്നി ഈ പ്രകാരത്തിൽ വിഷ്ണുവിനാൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീയാണ്, കാവ്യമാതാവ്. അപ്പോൾ ഭൃഗുപത്നിയും പതിവ്രതയും ഈ ലോകം ഇന്ദ്രൻ ഇല്ലാത്തതാവണം എന്ന് ആശിച്ചവളായിട്ട് ശുക്രമാതാവിനെ വിഷ്ണു ഭഗവാൻ കൊന്നിട്ടുണ്ട്. അതേപോലെ അനേകം മറ്റുള്ള അധർമ്മശീലകളായിട്ടുള്ള സ്ത്രീകളെയും മഹാത്മാക്കളായിട്ടുള്ള ഈ രാജപുത്രന്മാർ ശിക്ഷ നടപ്പാക്കുക എന്ന രീതിയിൽ സ്ത്രീകളെ വധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദയോടു കൂടിയിട്ട് ഒരു സംശയവും കൂടാതെ കണ്ട് എൻ്റെ ഈ ആജ്ഞയെ അനുസരിച്ചോളൂ, അത് താടകാവധത്തെ ചെയ്തോളൂ എന്നീ പ്രകാരം പറഞ്ഞു. അങ്ങനെ 25ാമത്തെ സർഗം ഇവിടെ അവസാനിപ്പിച്ചു. ഇനി താടകാവധം എന്നുള്ള രംഗമാണ് ഇനി പറയാനുള്ളത്. അത് കുറച്ചൊരു വലിയ അധ്യായമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടുത്ത ഭാഗമായിട്ട് പറയാം. അതിനുശേഷം ഈ ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. അവിടെ യാഗം ചെയ്യാനുള്ള ഒരുക്കങ്ങളെ ചെയ്യാണ്.
ആ സമയത്താണ് ഈ താടകയുടെ പുത്രന്മാർ സുബാഹു, മാരീചൻ ഒക്കെ വരണത്. രാക്ഷസ കൂട്ടാളികളൊക്കെ ഉണ്ട്. അവരെ വധിക്കുന്നതായിട്ടുള്ള രംഗം അതൊക്കെ നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമഃ.